بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 അനുഗ്രഹങ്ങളെക്കുറിച്ച് അവിടുത്തെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായി. ആ അനുഗ്രഹങ്ങൾ, ഒന്നാമത്തെ അനുഗ്രഹം ഖൽബുൻ ഷാക്കിറുൻ, നന്മയുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയം ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ആ നിഅമത്തുകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ നാം ഓരോരുത്തരും തയ്യാറാണ്. നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരാറുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചില ആളുകൾ, അള്ളാഹു എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, അള്ളാഹു എന്നെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഒരിക്കലും നമ്മളങ്ങനെ പറയാൻ പാടില്ല. കാരണം നമുക്ക് തന്ന ഓരോ നിഅമത്തുകളും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എത്ര വലിയ നിഅമത്തുകളാണ് അള്ളാഹു ചെയ്തു തന്നിരിക്കുന്നത്. അള്ളാഹു ചെയ്തു തന്ന ഒരു നിഅമത്തിന് പോലും കിടപിടിക്കുന്നതായി പകരം നമുക്ക് നമ്മുടെ ഒരു ആയുസ് മുഴുവനും ഇബാദത്തെടുത്താൽ പോലും മതിയാവുകയില്ല. നമ്മളൊന്ന് മെഡിക്കൽ കോളേജിൻ്റെ വരാന്തകളിൽ, അവിടുത്തെ വാർഡുകളിൽ നമ്മളൊന്ന് പോയി നോക്കിയാൽ, ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവർ, ഒരിറക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവർ, ഒരു നേരത്തെ ഒരു ശ്വാസം മുകളിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ കുറിച്ച് നമുക്ക് അപ്പോൾ ബോധ്യമാകും. നമ്മളിപ്പോൾ യഥേഷ്ടം ശ്വാസോച്ഛ്വാസം നടത്തുന്നുണ്ട്, ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, മലമൂത്ര വിസർജനം ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ അവയവങ്ങൾ കൊണ്ട് നമ്മൾ യഥേഷ്ടം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ എന്തെങ്കിലും ഒരു തടസ്സം സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ വില എന്തെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ ആരോഗ്യമാണ്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്തുമാത്രം പൈസ ചെലവഴിക്കുന്നു. നമ്മൾക്ക് എന്തെങ്കിലും ഒരു അവയവം മാറ്റിവെക്കണമെങ്കിൽ അത് എത്ര കൊടുത്തും നമ്മൾ മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ അവയവത്തിൻ്റെയും വില എന്താണ്, നമ്മുടെ ശരീരത്തിൻ്റെ വില എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കലും നമ്മൾ അള്ളാഹുവിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ നമ്മൾ സഹതപിക്കുവാനോ നമ്മൾ ആരും തയ്യാറാകില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടുന്ന് പാതിരാ സമയങ്ങളിൽ നിന്ന് നമസ്കരിക്കുമായിരുന്നു. ആ നിസ്കാരത്തിൻ്റെ ഫലമായി കാലിൽ നീര് കെട്ടുമായിരുന്നു. ഇത് കണ്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു, മുത്തുനബിയെ, നിങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച നബിയല്ലേ, അവിടുന്ന് അള്ളാഹുവിൻ്റെ സ്വർഗലോകത്ത് നിങ്ങൾ സ്വർഗത്തിൻ്റെ നേതാവല്ലേ, മുഴുവൻ അമ്പിയാക്കളുടെ നേതാവല്ലേ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇബാദത്തെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹായോട് പറഞ്ഞത്, അതേ ആയിഷ, അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ഒരു പ്രവാചകനാണ് ഞാൻ. അതുകൊണ്ട് ഞാനൊരു നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇബാദത്തെടുക്കുന്നതെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹായോട് പറയുകയുണ്ടായി. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഓർമ്മിച്ചാൽ അത് നമുക്ക് എണ്ണിത്തീർക്കാൻ സാധ്യമല്ല. അതിന് പകരമായി നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്സിൽ നമുക്കൊന്നും പകരമായി ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഏത് പ്രതിസന്ധി വരുമ്പോഴും അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഓർമ്മിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി നമ്മൾ നിലകൊള്ളുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ. അതുപോലെ മുൻകഴിഞ്ഞു പോയ പല പ്രവാചകന്മാർക്കും അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചു. ഒരിക്കൽ പോലും അയ്യൂബ് നബി അലൈഹി സ്വലാം എൻ്റെ രോഗത്തെ ശിഫാ ചെയ്യണേ, എൻ്റെ രോഗം മാറ്റിത്തരണേ അള്ളാ എന്ന് ദുആ ചെയ്തില്ല. നേരെ മറിച്ച്, അള്ളാ ഇന്നി മസ്സനി അല്ലുർ, എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എനിക്കൊരുപാട് പ്രയാസമുണ്ട്. ശരി തന്നെ, വഅന്ത അർഹമുർ റഹീമീൻ, നീ അർഹമുർ റഹീമാണ്. എത്ര നല്ലൊരു വാക്കാണ്. അള്ളാഹു അവിടുത്തെ രോഗം ശിഫായ ചെയ്തു കൊടുത്തു.
പൂർണ്ണ ആരോഗ്യം തിരിച്ചു കൊടുത്തു. ഇതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാം അവിടുത്തെ മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ അകപ്പെട്ടപ്പോഴും അവിടെ നിന്ന് എൻ്റെ ഈ മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചില്ല. അവിടെ നിന്ന് പറഞ്ഞത് ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അടച്ചവനെ, നീ അല്ലാതെ ഒരു ആരാധ്യനില്ല റബ്ബേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു റബ്ബേ, ഞാൻ ഇന്ന് തെറ്റ് ചെയ്തു പോയി, ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബേ എന്നാണ് അവിടെ നിന്ന് പിന്നെ യൂനുസ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തത്. അവിടെ നിന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അവിടെ നിന്ന് ഒരിക്കൽ പോലും യൂനുസ് നബി അലൈഹി സ്വലാം ചോദിച്ചില്ല. യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ആവശ്യം എന്തെന്ന് അത് അള്ളാഹുവിനറിയാം. അള്ളാഹു അവിടെ നിന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും യൂനുസ് നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തി. അതുപോലെ നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും ക്ഷമയോടുകൂടി നമ്മൾ അള്ളാഹുവിനെ തവക്കുലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും. അതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല ശുക്ർ ചെയ്യുന്ന നല്ലൊരു ഖൽബ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. ശേഷമുള്ള 2 അനുഗ്രഹങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരിക്കാമെന്ന് വാക്ക് തന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.